വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ പാറ്റകളുടെ സമരം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഈ പാറ്റകളുടെ സമരം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ഒരുപാട് സമരം നടന്നിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി സമരം നടന്നിട്ടുണ്ട്, കർഷക സമരം നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദി വന്ന ശേഷം ഈ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലാണ്. എല്ലാ സംസ്ഥാനങ്ങളെക്കാട്ടിലും വലുതായിട്ട് ഇമ്പാക്ട് ഉണ്ടാകുന്നത് കേരളത്തിലാണ്. പിന്നെ നമ്മുടെ ബുദ്ധിജീവികൾ കൂടെ ആയതുകൊണ്ടും നമ്മൾ പ്രബുദ്ധർ കൂടെ ആയതുകൊണ്ടും നമ്മൾ ഈ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലും ഈ സമരത്തിന് പിന്തുണയ്ക്കുന്നത് നമ്മുടെ നിലപാടുകളിലൂടെയാണ് എന്നാണ് ഇവർ പറയുന്നത്. അല്ലാതെ റോഡിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല. നമ്മൾ നിലപാടുകളിലൂടെ പിന്തുണയ്ക്കും. നിലപാടുകളിലൂടെ സമരത്തെ നമ്മൾ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്യും. ആ നിലപാട്, നമ്മുടെ നിലപാട് പറയാത്തവനെ നമ്മൾ താറടിക്കുകയും ചെയ്യും. പ്രബുദ്ധരാണ്. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അപ്പുറത്ത് ഇരിക്കുന്നവന്റെ നിലപാടല്ല എനിക്കെങ്കിൽ അവൻ അപ്പൊ തന്നെ എന്റെ നിറത്തിന്റെ പേരിലും എന്റെ മതത്തിന്റെ പേരിലും എന്റെ ജാതിയുടെ പേരിലും ഒക്കെ എന്നെ അധിക്ഷേപിച്ചു തുടങ്ങും. നീ ഇന്ന ജാതി ആയതുകൊണ്ടാണ് നിനക്ക് ഇത്, ആ ജാതി ആയതുകൊണ്ട് നിനക്ക് അങ്ങനെയല്ലേ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തിരിക്കുന്നവൻ അധിക്ഷേപിച്ചു തുടങ്ങും. ഓ, നീ ഇന്ന കളർ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ എങ്ങനെയാ അതുപോലെയല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ. മലയാളിക്ക് അത് ഭയങ്കര കൂടുതലാണ്. പക്ഷെ മലയാളി ഒരു 4 ആള് കൂടുന്നിടത്ത് മലയാളി എന്താ പറയുന്നത്? പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഈറ്റില്ലമാണ് നമ്മുടെ നാടെന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ വേറെ ആൾക്കാരെ, ബംഗാളികളെ കാണുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്നത്, തമിഴ്നാട്ടുകാരെ കാണുമ്പോൾ നമ്മൾ അണ്ണാച്ചി, പാണ്ടി എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ നമ്മളെ നോക്കിയിട്ട് ആരെങ്കിലും കേരള സാർ, 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മരോഷം അങ്ങ് കത്തും. കഴിഞ്ഞ ദിവസവും ഈ പൗരത്വ നിയമ ഭേദഗതി സമരത്തിന്റെ വിഷയത്തിലും ഇത് തന്നെയൊക്കെയാണ് ഉണ്ടായത്. കാരണം പൗരത്വ നിയമ ഭേദഗതി സമരത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ ആൾക്കാരെ ഇപ്പോ അവരിപ്പോ ഒരു ഫീലിംഗിലാണ്, അതായത് ഒരു മരവിച്ച അവസ്ഥയിലാണ്. ആ സമയം തൊട്ട് കർഷക സമരത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരും ഒരു മരവിച്ച അവസ്ഥയിലാണ്. ഇപ്പോ ഈ CJP പ്രൊട്ടസ്റ്റില് ഈ CJP അവിടെ കാണിക്കുന്ന അഴിഞ്ഞാട്ടത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പേർലി മാണി അവര് വളരെ മാന്യമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. CJP സപ്പോർട്ട് ചെയ്തല്ല, ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം അതിന്റെ താഴെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഇവര് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അതായത് അവര് പറയുന്ന രീതിയിൽ ഇവര് നിലപാട് പറയണം. പേർലി പറഞ്ഞു, പ്രൊട്ടസ്റ്റ് വളരെ നോൺ വയലൻസ് പാടില്ല, പ്രൊട്ടസ്റ്റ് സമാധാനപരമായിരിക്കണം. പക്ഷെ നമുക്കത് പോരല്ലോ. അപ്പൊ ഈ നോൺ വയലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയുന്ന ആളെ എന്ത് ചെയ്യും? പേർലി മാണിയെ ഇവന്മാര് വളഞ്ഞിട്ട് ആക്രമിച്ചു. പേർലി മാണിക്ക് ഇപ്പൊ എത്രയോ ഫോളോവേഴ്സ് ഒക്കെ കുറഞ്ഞു. അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ വളരെയധികം ഈ ഒറ്റപ്പെടൽ നേരിടുന്നുണ്ട്. ഈ ഒറ്റപ്പെടൽ ഇവർ നേരിടുമ്പോൾ ആരാണ് ഇവർക്കൊരു പിന്തുണ കൊടുത്ത് രംഗത്തെത്തേണ്ടത്? ആരെവരെ പിന്തുണയ്ക്കണം എന്നുള്ളൊരു ചോദ്യത്തിന് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. കേരളത്തിലെ BJP നേതൃത്വം ഇവർക്കൊരു മാനസിക സപ്പോർട്ടെങ്കിലും കൊടുത്ത് അവരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലേ? ഇപ്പൊ പൗരത്വ നിയമ ഭേദഗതി സമയത്തും ഇവിടെയുള്ള ഡോക്ടർമാര് അവന്മാരെ വീട്ടിന്റെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിരിക്കുകയാണ്. അതായത് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്നവർ ഇങ്ങോട്ട് കയറണ്ടാണ് എന്നാണ് അവന്മാര് പറയുന്നത്. അത് അവരുടെ എത്തിക്സിന് തന്നെ വിരുദ്ധമാണെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോഴും ഒരു ഇതുമില്ല. ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അതായത് വൈകുന്നേരം ചാനൽ ചർച്ചകളിൽ മാത്രമാണ് ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ചാനൽ ചർച്ചയിൽ കുറെ നേതാക്കന്മാർ ഇങ്ങനെ പൊട്ടിമുളച്ചു കഴിഞ്ഞിട്ട് അവര് നിങ്ങൾ അത് കാണുന്നില്ലേ, ഇത് കാണുന്നില്ലേ, മറ്റത് കാണുന്നില്ലേ, അപ്പുറത്തിരിക്കുന്ന അവതാരകന്മാരെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കും. ഇതൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്യാൻ പോലും ഈ ഹൈഡ്രജൻ ട്രെയിനിന് കല്ലെറിയുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരുപാട് നാളായി എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം. ഈ ഹൈഡ്രജൻ ട്രെയിനിന് കല്ലെറിയുന്ന സാധനം പിന്നീട് ഞാൻ ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് AI ആണ്. അത് അങ്ങനെയല്ല. അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഓൾറെഡി വാർത്തകൾ കൊടുത്തു, ഇതൊക്കെ AI ആണെന്ന് വാർത്തകൾ കൊടുത്തു. അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചാനൽ ചർച്ചയിലിട്ട് അലക്കുകയാണ്. കാണുന്നില്ലേ നമ്മുടെ ഹൈഡ്രജൻ ട്രെയിനിന് കല്ലെറിയുന്നത്? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് കാണുന്നില്ലേ? ഞാൻ ഈ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച വാർത്ത ആദ്യം എനിക്ക് കിട്ടിയ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച ആ ലെറ്റർ പാഡ് എനിക്ക് കിട്ടിയ ആ ലെറ്റർ പാഡ് ഞാൻ നോക്കും. ഈ ലെറ്റർ പാഡിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്പെല്ലിങ് ഇതൊക്കെ എല്ലാം ഞാൻ കൃത്യമായിട്ട് നോക്കും. കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു മിസ്റ്റേക്കും ഇല്ല. ഇനി ഇത് ഒറിജിനൽ ആണോ എനിക്ക് സംശയം തോന്നി. AI ചെക്കറുണ്ട്, അതിലിട്ട് നോക്കി. ഇത് AI അല്ല, ഇത് ആരോ ടൈപ്പ് ചെയ്ത് ഇറക്കുന്ന ഒരു സാധനമാണ്. ഞാൻ എന്ത് ചെയ്തു? മാധ്യമങ്ങളിൽ അടിച്ചു നോക്കി, ഇതുണ്ടോ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ്, ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് വന്നിട്ടുണ്ടോ? ഒരു മാധ്യമങ്ങളും ഇത് എടുത്തിട്ടില്ല. എന്നിട്ടും എന്റെ ത്വര അവസാനിക്കുന്നില്ല. ഇത് ഒറിജിനൽ ആണെങ്കിലോ, സപ്പോസ് നമുക്ക് കിട്ടിയ ഒരു സാധനമല്ലേ, ആ ആവേശത്തിന്റെ പുറത്ത് അടിക്കാനും പറ്റില്ല. ഞാൻ നേരെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോയി നോക്കി. 2 ദിവസം മുമ്പ് അവന്മാർ ഈ ലെറ്റർ പിൻ ചെയ്തിട്ടിട്ട് ഇത് ഫേക്ക് ആണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഇറക്കിയിട്ടില്ലെന്ന് 2 ദിവസം മുമ്പ് അവന്മാർ അവിടെ ഇട്ടേക്കാണ്.
അവന്മാർ അവിടെ ഇട്ടേക്കാണ് അത് എന്നിട്ട് ഇപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ ലെറ്ററും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ജമാഅത്തെ ഇസ്ലാമി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. വേറൊരു സാധനം വരുന്നുണ്ട്, പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. പാകിസ്ഥാൻ ന്യൂസ് ഏജൻസി എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജ് ആരോ തുടങ്ങിയിട്ടുണ്ട്, ആരാണെന്ന് അറിയില്ല. ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സാധനം, അതിനകത്ത് ഇന്നലെ എനിക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയ ഒരു സാധനം, ഞാൻ ഈ സോഷ്യൽ മീഡിയ കിടന്ന് വരുന്നുണ്ട്. അതിനകത്ത് ഒരു കൂട്ടം ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ CJP പ്രൊട്ടസ്റ്റിന് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് ബംഗ്ലാദേശിലൂടെ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തുന്നതാണ്. വെച്ച് ഉണ്ടാക്കി ഇട്ടേക്കും അവന്മാര്. ഈ നാളെ ഏതെങ്കിലും BJP നേതാവ് ഇത് എടുത്തോണ്ട് വരും കേട്ടോ, രാത്രിയാകുമ്പോ ചർച്ചയിൽ നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്ന് പറഞ്ഞു ഇത് എടുത്തോണ്ട് വരും. ഇല്ലെങ്കിൽ അണ്ണാ നിങ്ങൾ എന്റെ പേര് മാറ്റിക്കും, ഇതെടുത്തോണ്ട് വരും. ഇവർക്ക് രാത്രി ചർച്ചകളിൽ, അതായത് ഇലക്ഷൻ വരുമ്പോ കൂണുപോലെ പൊട്ടിമുളയ്ക്കുക, കുറെ ഫണ്ട് അടിക്കുക, മുങ്ങുക, അടുത്ത ഇലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഇതാണ് ഇവരുടെ പരിപാടി. അല്ലാതെ ഇതിൽ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കും, എന്തെങ്കിലും ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് ഈ സാമൂഹികപരമായിട്ട് ബഹിഷ്കരിക്കുന്ന ആൾക്കാരെ എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കുറെ എന്താ പറയുക, കൂടി പോകണം പറഞ്ഞു. ഇത് കേരളത്തിലെ BJP എന്ന് പറഞ്ഞ ഉത്സവ കമ്മിറ്റിയാണ്. ഉത്സവങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ ഒരു കമ്മിറ്റി എടുക്കും, ഉത്സവത്തിന് പിരിവ് നടത്താനും ഉത്സവം നടത്തിപ്പിനും വേണ്ടി. ഉത്സവം കഴിഞ്ഞ പിന്നെ ഈ കമ്മിറ്റിക്ക് വലിയ പ്രസക്തിയില്ല. ഉത്സവ കമ്മിറ്റി പോലെയാണ് കേരളത്തിൽ. ഇലക്ഷൻ വരുമ്പോൾ ഭയങ്കരമായിട്ടായിരിക്കും. ഇലക്ഷൻ കാലത്ത് ഇവര് കുറെ മീഡിയാസിന് കോടിക്കണക്കിന് രൂപ കൊടുത്തു BJP പ്രൊമോട്ട് ചെയ്യാൻ. ആ മീഡിയകളെല്ലാം കൂടെ തിരിഞ്ഞാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിൽ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടികളെ പിന്തുണച്ച്. ഒരൊറ്റ മീഡിയ, ഇവർ പൈസ കൊടുത്തിട്ടുള്ള ഒരൊറ്റ മീഡിയ പോലും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല. നമ്മളാരുടെയും പൈസ വാങ്ങിയിട്ടില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ്. തുടക്കം മുതലേ അങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത്, ഇപ്പോഴും അങ്ങനെയാണ് നിലനിൽക്കുന്നത്. രാഷ്ട്രീയം നമ്മുടെ സബ്ജക്റ്റ് അല്ല, കാരണം നമ്മളാരും നാളെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. ഇതാണ് ഇവരുടെ മെയിൻ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവര് ഇതിനെ പിന്തുണയ്ക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തുണയ്ക്കാനുള്ള ഫണ്ട് ഇതിൽ കിട്ടുന്നില്ല, പൈസയുടെ പ്രശ്നം നടക്കുന്നില്ലല്ലോ. പിന്നെ ഏത് രീതിയിലാണ് ഇവർ പിന്തുണയ്ക്കേണ്ടത്? അതിന്റെ ഇടയ്ക്ക് കുറെ പൊറോട്ട നാടകം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്, അതിനും വലിയ റീച്ചില്ല. ഇപ്പൊ ഈ നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് റീച്ചും ലൈക്കും കുറവാണ്, അതുകൊണ്ട് പലരും ഇപ്പൊ അത് ഇടാറില്ല, വലിഞ്ഞു. അതാണ് ഞാൻ ഇതിന്റെ ഉത്സവ കമ്മിറ്റി എന്ന് ചിന്തിക്കുന്നത്. ഇത് പണ്ടൊരാളുണ്ട് പറഞ്ഞത് ഇത് BJP കേരളത്തിലെ ഉത്സവ കമ്മിറ്റിയാണ്. അത് ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് വരും, കാരണം തട്ടിപ്പും വെട്ടിപ്പും നടത്താനും ഫണ്ട് മുക്കാനും ഒരുപാട് സാധ്യതകൾ ഇതിനകത്തുണ്ട്. അതാണ് ഇപ്പൊ ഡെയിലി വരും. ഇപ്പൊ ഈ മാധ്യമങ്ങൾ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് ഇപ്പൊ വാർത്ത നൽകാതെ വേറൊന്നും കൊണ്ടല്ല, പാർട്ടികളുടെ സമരം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി അവന്മാർക്ക് ഇതിന്റെ അലക്ക് തുടങ്ങാനായിട്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ സംബന്ധിച്ചിട്ട് ഇവർ ഫണ്ട് കൊടുത്ത ചാനലുകളും യൂട്യൂബേഴ്സും ഓൺലൈനുമാണ് ഇവർക്കെതിരെ ആദ്യം തിരിഞ്ഞു വരുന്നത്. അപ്പൊ എന്തിനായിരുന്നു ഇവർ അവർക്ക് ഫണ്ട് കൊടുത്ത്? ഇവർക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, അതിനകത്ത് തട്ടിപ്പ് നടത്താൻ പറ്റും എന്നറിയാവുന്നതുകൊണ്ടും അവരുമായി ചേർന്നുകൊണ്ട് കമ്മീഷൻ അടിക്കാൻ പറ്റുന്നവരും ആയതുകൊണ്ടാണ്. ഒരുപാട് മഹാന്മാരുടെ ഇന്റർവ്യൂ ഒക്കെ വന്നില്ല, അവരെ ആരെയും ഇപ്പൊ കാണുന്നുമില്ല. ആ ചാനലുകളെല്ലാം ഇപ്പം നമ്മൾ അന്നേ പറഞ്ഞു, ഇതെല്ലാം തന്നെ കൊടുമ്പിരി കൊണ്ട നക്സൽ ബേസ് സ്വഭാവമുള്ള ചാനലുകളാണ് മുഴുവൻ. അതിന്റെ അവതാരകരായാലും ജേർണലിസ്റ്റ് ആയാലും ഒക്കെ. സന്തോഷം, നല്ല കാര്യമാണ്. നമുക്ക് നമ്മുടെ ഒരു പോളിസി ഉണ്ട്. നമ്മളിവിടെ കേരളത്തിൽ BJP വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല. അവർ വളരാതിരിക്കുക എന്നുള്ളതല്ല. തെറ്റാര് കാണിച്ചാലും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാധ്യമധർമ്മമാണ്. ചെയ്യുക തന്നെ ചെയ്യും, ഇനിയും തുടരുക തന്നെ ചെയ്യും. ഫണ്ട് വെട്ടിക്കുക എന്നുള്ളത്, ഫണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ ഡൽഹിയിൽ നിന്ന് അച്ചടിച്ചുകൊണ്ടിരുന്ന നോട്ടല്ല അത്. സാധാരണപ്പെട്ട റിക്ഷ ഓടിക്കുന്നവൻ ഉൾപ്പെടെ കൊടുക്കുന്ന പണമാണ്. അവൻ കൊടുത്ത പണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കരുത്ത് പിടിപ്പിക്കാനായിരുന്നു. ആ പൈസ എടുത്ത് സ്വന്തം കുടുംബത്തെ കരുത്താക്കാൻ ശ്രമിക്കുമ്പോൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിൽ പേടിച്ചിട്ട് കാര്യമില്ല. നീ ആരാ ചോദിക്കാമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അതുപോട്ടെ, അത് വേറെ കാര്യം. അത് നമുക്ക് സമയം ആയില്ല, വരുന്നു. ഈ പാർട്ടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അതൊക്കെ എടുക്കാം. അപ്പം ഇത് ഇങ്ങനെ പോകുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കേരളത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സമരത്തിനെ എതിർത്ത് മുൻപോട്ട് വരാനായിട്ട് ആരുമില്ല എന്നുള്ളത് ധനുഷ് പറഞ്ഞത് വളരെ റൈറ്റ് കാര്യമാണ്. ഇപ്പൊ കുറച്ച് സെലിബ്രിറ്റികളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ആ സെലിബ്രിറ്റികളും വലിയ രീതിയിൽ അറ്റാക്കിന് വിധേയമാകുന്ന ഒന്ന് ഇതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നൊരു സിസ്റ്റം ഇവർക്ക് അറിയില്ല. സിമ്പിൾ. നരേന്ദ്രമോദി, എനിക്ക് തോന്നുന്നത് ഈ 12 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി ഒരു സമരത്തിന് എതിർത്തുകൊണ്ട്, ഇല്ലെങ്കിൽ BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാം നായകത്വം ഏറ്റെടുത്ത് പുള്ളി ഒറ്റയ്ക്ക് പോരാടുകയാണ്. പുള്ളി മാത്രമാണ് പോരാട്ടം ഇതിനകത്ത് നടത്തുന്നത്. ശ്രദ്ധിച്ചോ? അദ്ദേഹത്തിന്റെ 2 വീഡിയോകൾ വന്നു, അദ്ദേഹം മാത്രം നടത്തുമ്പോൾ. ഇപ്പം പിന്നെ ഈ UPയിലും പട്നാസിലും അവർ ഭരിക്കുന്നിടത്തൊക്കെ അവരുടെ സർക്കാരുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. അതായത് ഈ ജാഗ്രത നിർദ്ദേശം മറ്റുമൊക്കെ എടുക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തിനെതിരായിട്ട്. അതിനപ്പുറത്തേക്ക് മാറിയിട്ട് ഇത് നോർത്തിൽ ഇത് എന്തുപറ്റി, അവിടുത്തെ BJP നേതാക്കൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല, ഇതിനെ തടയുന്നുണ്ട്. അവർ ഭംഗിയായിട്ട് തന്നെ തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിലും UPയിലും ഒന്നും വലിയ പ്രതിഷേധം ഉണ്ടാകാത്തത്. കാരണം അവർക്കെതിരെ, ഈ പ്രതിഷേധക്കാർക്കെതിരെ ജൻസിയെ
അണിനിരത്താനും ജനസയെ കൊണ്ട് മുമ്പോട്ട് പ്രസംഗിപ്പിക്കാനും പറയാനും ഒക്കെ അവിടുത്തെ BJP നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടങ്ങളിലെ വിജയം. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ശരിയാണ് ധനുഷ് പറഞ്ഞ, ധനുഷിന്റെ ഒബ്സർവേഷൻ കറക്റ്റ് ആണ്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അങ്ങനെയാണ്. ഇവരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങൾ സംഭവങ്ങൾ ഭയങ്കര സംഭവങ്ങളാണ്, ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ വലിയ വലിയ ടീമുകളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ വേണം പുകഴ്ത്തിയിട്ടോ. ഒരു മടിയും കൂടാതാണ് ഈ ഫണ്ടടിച്ച ടീമുകളൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത്. ഞങ്ങളെ കുറിച്ച് 2 പ്രസ്താവന കൊടുക്കും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്താ തലകടിക്കുന്നത് ഇവനൊക്കെ കുറിച്ച് പ്രസ്താവന കൊടുക്കാനായിട്ട്. ഇവർ ഇന്ന് വരും, നാളെ പോകും, മറ്റന്നാൾ വരും. ഇതെല്ലാവരും ഒരേ സ്വഭാവം തന്നെ കാണിക്കുന്നത്. നമുക്ക് ആ പരിപാടിയില്ല. നിങ്ങൾക്ക് വേണം, നിങ്ങൾ ചെയ്യണം. അപ്പം ഇതിനെ മുമ്പോട്ട് വരുന്നില്ല. ധനുഷ് പറഞ്ഞ കണക്ക് മറ്റൊരു കാര്യം, ഈ മുമ്പോട്ട് വരുന്നവർക്ക് പിന്തുണ കൊടുക്കാൻ പോലും ഇവർക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ്. കാരണം ഈ നടക്കുന്നത് ദേശവിരുദ്ധമായ ഒരു സമരമാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നവർ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് ആർക്കും പറ്റുന്നില്ല. വൈകുന്നേരം ധനുഷ് വന്നിട്ട് 7 മണിക്ക് വന്നിട്ട് ചപ്പാച്ചി അടിക്കുക എന്നുള്ളതിനെ കവിഞ്ഞ ഒന്നുമില്ല. കുറെ ഒച്ച വെക്കും, കുറെ ഫേക്ക് ആയിട്ടുള്ള വാർത്ത എടുത്ത് കാണിക്കും എന്നുള്ളതിനൊക്കെ അപ്പുറത്തൊന്നുമില്ല. കാരണം ആൾക്കാർക്ക് അതൊരു കോമഡി ഷോ കണക്ക് തന്നെയുള്ളൂ. ഇപ്പൊ ഈ ന്യൂസ് അവർ ചർച്ചകൾക്കൊന്നും വലിയ പ്രാധാന്യം ഇപ്പൊ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും കാണാറുള്ളത് കാരണം ഈ ഓൺലൈൻസ് എല്ലാവർക്കും മൊബൈലിൽ തന്നെ കിട്ടുന്നുണ്ട്. ആരും ഇപ്പൊ TVയുടെ ഫ്രണ്ടിൽ കുത്തിയിരുന്ന് കാണാറില്ല. അതല്ല മൊബൈലിലും ഈ ഡിബേറ്റ് കാണുന്ന ഒരു കുറവാണ്. കാരണം അവർക്ക് വേണ്ടത് വളരെ ഹ്രസ്വമായ കണ്ടന്റുകളാണ്. അതുകൊണ്ടാണല്ലോ ഈ റീൽസ് ഒക്കെ വലിയ റീച്ചിലേക്ക് പോകുന്നത്. നമ്മൾ തന്നെ ഒരു കുറച്ച് സമയം കൂടുതൽ നമ്മുടെ വീഡിയോസ് വന്നാൽ ആദ്യം വരുന്ന കമന്റ് ഇത് എത്ര സമയമാണെന്ന് ചോദിക്കും. നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഇതൊരു പ്രൊപ്പഗാൻഡ വാർ തന്നെയാണ്. ഇതൊരു പ്രൊപ്പഗാൻഡ വാറാണ്. ഉദാഹരണത്തിന് ഇവിടെയുള്ള CPM-ഉം പിന്നെ ഇവിടെയുള്ള SDPI-യും ഇവിടെയുള്ള മറ്റ് മതമൗലികവാദ സംഘടനകളുമെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അവരാദ്യം ചെയ്യുന്ന കാര്യം അവരവരുടെ മക്കളെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചിരുന്നു. വലിയ വിവാദമായിട്ടുണ്ട് പിന്നീട് അവരുടെ മക്കളെ കൊണ്ട്. കാരണം ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിടുമ്പോൾ അത് ഭയങ്കര ഇമ്പാക്റ്റ്. കാരണം ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള സമൂഹമാണ് നമ്മുടെ എന്നുള്ളൊരു ഇത് വരും. അവരങ്ങനെ ഒരു വീഡിയോ അവരത് ചെയ്യിപ്പിച്ചിടും. അവരെ ചെയ്യിപ്പിച്ചിടുന്ന മാത്രമല്ല ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ വലിയൊരു കൂട്ടം അവിടെ സജ്ജമായി നിൽക്കും എന്നുള്ളതാണ്. കാരണം ഇവർക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വരുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് കൂടുതൽ വേദികൾ കൊടുക്കാനും അല്ലെങ്കിൽ അവരെ പൊതുനിരത്തിലേക്ക് കൊണ്ടുവരാനും. ഇപ്പൊ ഈ സമരത്തിൽ എത്ര ആൾക്കാരാണ് ഇൻട്രോവേർട്ടായിട്ടുള്ള എത്ര സിനിമാ നടന്മാരാണ് തെരുവിൽ വന്നിട്ട് ഞാൻ ഇൻട്രോവേർട്ടാണ് എങ്കിലും ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത്. നമ്മളിത് ആരെങ്കിലും ഒരു കാര്യം അത് അങ്ങനെയല്ലല്ലോ, അത് ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനത്ത തെറിവിളിയും അതിഭീകരമായിട്ടുള്ള സൈബർ ലിഞ്ചിങ് നമ്മളിതൊക്കെ ഓവർകം ചെയ്ത് വന്നവരാണ്. നമ്മളിതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമുക്കിപ്പോൾ തെറി കേട്ടില്ലെങ്കിലാണ്. കാരണം നമ്മൾ പറയുന്ന വാർത്ത തെറ്റാണെന്നല്ല പറയുന്നത്, നമ്മളെ തെറിയാണ് പറയുന്നത്. കാരണം അതപ്പോൾ വാർത്ത കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊന്നും പിന്തുണയ്ക്കണമെന്നും പറഞ്ഞില്ല. നമുക്കിന്ന് ഇവരുടെ പിന്തുണയും വേണ്ട. ഇവരുടെ പിന്തുണ വളർന്നു വന്നവരും അല്ല നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ഇവരെ നമുക്ക് ഭയമില്ലാത്തത്. ഇവരുടെ പിന്തുണയൊന്നും അല്ല നമുക്ക് പിന്തുണ, നമുക്ക് ആവശ്യമില്ല. അപ്പൊ പക്ഷെ അതിന്റെ അല്ല, ഇവര് ആക്റ്റീവായിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവര്. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ ടൈമിൽ കാണിച്ച ആവേശം അവരിപ്പോ കാണിക്കുന്നില്ല പല കാര്യത്തിനും. എനിക്കൊന്ന് രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് എനിക്കൊന്ന് ഡെയിലി അദ്ദേഹം പത്രസമ്മേളനമൊക്കെ നടത്തുന്നുണ്ട്, 1-2 സമരങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഇതുമില്ല. കാരണം ഇതാ ഞാൻ ഉത്സവ കമ്മിറ്റിയാണ്, ഉത്സവം കഴിഞ്ഞ് പിരിച്ചു വിട്ടു, ഇത്രയേ ഉള്ളൂ സാധനം. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ഉള്ളൂ. മാറാത്തത് മാറുമെന്നുള്ളതല്ല, ഇത് ജന്മത്ത് മാറില്ല. ഇതിന്റെ ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ. അല്ല, ഒന്നുമില്ലെങ്കിൽ 12 വർഷമായില്ലേ മോദി വന്നിട്ട്? 12 വർഷമായില്ലേ? ആ 12 വർഷമായിട്ട് ഇവിടെയുള്ള BJP IT സെല്ലിന് പോലും യാതൊരുവിധ സ്വാധീനവും നമ്മുടെ സമൂഹത്തിൽ ചെലുത്താൻ പറ്റുന്നില്ലെങ്കിൽ, ചെലുത്താൻ പറ്റുന്നുണ്ട്. ആകപ്പാടെ ചെലുത്താൻ പറ്റുന്നത് ഇലക്ഷൻ ആകുമ്പോൾ ഒരു 100 ചാനൽ അങ്ങ് തുടങ്ങും. പൈസ വരുന്നുണ്ടല്ലോ. ആ 100 ചാനലും ഈ ഇവരുടെ ആൾക്കാരുടെയൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് അവർ തന്നെ അത് വാങ്ങിച്ച് അവർ തന്നെ അതിനകത്തൂടെ വാർത്തകളൊക്കെ കൊടുത്ത് സായുജ്യമടയും. ഇലക്ഷൻ റിസൾട്ട് വാർത്തയും കൊടുക്കുന്നില്ല. ചാനൽ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ട് 5-10 ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ട് ഇവർ വക മാറ്റുന്നത്. ഇന്ന ചാനലിന് ആയിരുന്നു ഞങ്ങളുടെ പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ പൈസ മുടക്കി. ഇവർ വാർത്ത പോലും ചെയ്യാറില്ല പല ചാനൽ. അത് ഇവരുടെ സ്വന്തക്കാരുടെ പേരിൽ Gmail ഉള്ള ഏതൊരാൾക്കും YouTube ചാനൽ തുടങ്ങാം. അതിന് വലിയ ആനക്കൂന കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു പേര് കൊടുക്കുക, പൈസ അടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആപത്ത് കാലത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും വരാറില്ല. അപ്പൊ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അതാണ് ഇവരുടെ ഒരു ബേസിക് സാധനം. അതിന്റെ ഇവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഇത്, പകരം തട്ടിപ്പിന്റെ ഒരു വേറൊരു മുഖം, തട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ വിവാദത്തിൽ നിന്ന് ഇവർക്ക് തടി ഊരുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവർ വിചാരിക്കുന്നത് നാളെ ഏതായാലും ആരും മറന്നൊന്നും പോയില്ല. വിശ്വാസത നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു റൈറ്റ് കാര്യമാണ്. വിശ്വാസത ഇല്ല. ഇപ്പൊ അതാണ് ഞാനിപ്പോ പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഈ ജയിച്ച 3 പേരല്ലാതെ 4മതൊരാൾ ജയിക്കുമെന്ന് സംശയമാണ്. കാരണം ഈ എല്ലാവരും സംശയത്തിന് നിഴലിൽ നിൽക്കുക. സംശയം മാറ്റിക്കൊടുക്കേണ്ട സംസ്ഥാന നേതൃത്വം മിണ്ടാതെ ഇരിക്കുക.
എന്നാൽ അവർ വിളിച്ചിട്ട് പത്രസമ്മേളനം നടത്തണ്ടേ? ഈ ആരോപണ വിധേയരൊക്കെ വന്നിട്ട് തെളിവ് സഹിതം കാണിക്കണം, ഇങ്ങനൊന്നും ഇല്ല, വെറുതെയാണ്, ശബ്ദരേഖ ഫേക്ക് ആണ്, അത് മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്തതാണ്, ഇല്ലെങ്കിൽ AI ആണ് എന്നെങ്കിലും പറയണ്ട. അതിനേക്കാളുള്ള വിവരം കുറഞ്ഞ വർഷം കമ്മ്യൂണിസ്റ്റുകാർക്കെങ്കിലും ഉണ്ട്. ഇത് ശരിക്കും നരേന്ദ്രമോദി വന്നിട്ടാണ് ഇതിനെ എതിർക്കുന്ന ആ ഒരു ഇതിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് തന്നെ കളത്തിലിറങ്ങേണ്ട വന്ന സാഹചര്യം വരുമ്പോഴും മൗനം പാലിക്കുകയാണ്. പിന്നെ BJPയെ കൊണ്ട് തന്നെ വലിയവരായിട്ടുള്ള കുറെ സെലിബ്രിറ്റികളുണ്ട് കേരളത്തിലടക്കം. അത് BJPയുടെ എന്താണ് സൈബർ സംഘികളുടെ ലൈക്കും ഷെയറും മേടിച്ചിട്ട് അവര് പോലും ഇപ്പൊ കളത്തിലില്ല, അവരില്ല. ഇതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. അത് ഫണ്ടിങ്ങിന്റെ ആണോ, ഫണ്ട് കൊടുത്താണോ അവരെ നേരത്തെ കളത്തിലിറക്കി, അതോ അവർ കളം പിടിക്കാൻ കളത്തിലിറങ്ങിയതാണോ? അവരിനി BJP പുകഴ്ത്തി പറഞ്ഞ് റീച്ച് കിട്ടിയ പല ചാനലുകളും പല അവതാരകരും ഇല്ലെങ്കിൽ പല സെലിബ്രിറ്റികളും അവര് പോലും ഇതെന്താ ഒന്നും വേണ്ട. നമ്മൾ ഈ സമരത്തെ എതിർക്കുക, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പോളിസി രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ്. ഈ സമരം ആന്റി നാഷണൽ അല്ലേ എന്നുള്ളത് ഒറ്റ ചോദ്യമാണ് നമ്മുടെ ചോദ്യം. BJPക്കെതിരാണോ കമ്മ്യൂണിസ്റ്റിനെതിരാണോ എന്നുള്ളതല്ല, അത് പാർട്ടിക്കാരാണ്, അത് അവർ നോക്കിക്കോളും. പക്ഷെ ഈ സമരം രാജ്യവിരുദ്ധ സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ വിളിക്കുന്ന മുദ്രാവാക്യമായാലും സമരത്തിൽ പങ്കെടുക്കുന്ന പലരായാലും ഈ 2500 ക്രിമിനൽസിനെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇതെല്ലാം രാജ്യവിരുദ്ധ സമരമാണ്. പാർലമെന്റ് തകർക്കാനുള്ള ശ്രമം, പൊതുമുതൽ നശിപ്പിക്കുന്ന ശ്രമം, 370 ആർട്ടിക്കിൾ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നു, പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരു ആന്റി നാഷണൽ സമരത്തെ പിന്നെ ഇവരെന്താണ് ഇവരുടെ ദേശീയത? ഇവരെങ്ങനെയാണ് നവഭാരത്? ഇന്ന് കേരളം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയാണ്? ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇനി ഇവന്മാര് വല്ലതും ബാക്കി വെച്ചാൽ അത് വല്ലതും വിൽക്കാൻ പറ്റും. സെക്രട്ടേറിയറ്റോ വല്ലതും ബാക്കി വെച്ചാൽ ഈ പുതിയ കുറെ നാളായിട്ട് ഭരിച്ച് ഇനി വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലത്. അതായിരിക്കും അടുത്ത ഒരു ഇത്. അതുപോലെ നിഷ്ക്രിയം ഉള്ളതല്ല, വിശ്വാസത്തെ നഷ്ടപ്പെട്ടു. അത് തിരിച്ചെടുക്കുക ഇനി വലിയ പ്രയാസകരം തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. രണ്ടുപേര് തമ്മിൽ സംസാരിച്ചാൽ രണ്ടാമൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പറയാൻ കഴിയാത്ത എല്ലാവരിലും ഈ അമ്പ് കൊള്ളാത്തവരില്ല നമ്മുടെ കൂട്ടത്തിൽ എന്ന് പറയുന്നതൊക്കെ എല്ലാവരിലും അമ്പ് കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അണികളെ സംബന്ധിച്ച് അവർക്ക് അമ്പ് കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ അണികളുടെ രോഷം ഭയങ്കരമാണ്. ആ രോഷത്തെ തണുപ്പിക്കാനോ പിടിച്ചു കെട്ടാനോ വളരെ പ്രയാസകരമാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഗീർവാണം ഇട്ടിട്ട് കാര്യമില്ല. സ്വാഭിമാന ഹിന്ദു എന്നോ ഞാൻ ഹിന്ദുവിന്റെ മറ്റേതാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദു വിളിക്കുമ്പോൾ ഫോണെങ്കിലും എടുക്കാൻ തയ്യാറായാൽ മാത്രമേ ആ കുറിപ്പുകൾക്ക് പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ അവസരം കിട്ടുമ്പോൾ പൊട്ടടിക്കുകയും ബാക്കിയുള്ള സമയത്ത് അവർ ഞങ്ങളുടെ അടിമകൾ എന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തനത്തിൽ പോരാടിക്കൊണ്ടേയിരിക്കും. അതിനവർക്ക് രാഷ്ട്രീയമില്ല. ഇപ്പൊ നമ്മളുടെ ചാനലുമായി കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ അങ്ങനത്തെ ദേശീയവാദികളും രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രമാണ് ഫസ്റ്റ്, രാഷ്ട്രീയമല്ല എന്ന് ചിന്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കും. ആന്റി എലിമെന്റ്സ് എവിടെ കണ്ടാലും നമ്മൾ പോരാടും. ഒപ്പം തന്നെ രാജ്യവിരുദ്ധത സമരങ്ങൾ ഒപ്പം തന്നെ ന്യായമുള്ള സമരങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യും നമ്മൾ.